വെൽക്കം ബാക്ക് ടു ദർശന TV സഫലമി യാത്ര. സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച് ജീവിത വിജയം കൈവരിച്ചവരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് സഫലമി യാത്ര. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് കൊച്ചി നഗരത്തിലാണ്. ഈ കൊച്ചി നഗരത്തിലെ പ്രശസ്തമായ വെസ്റ്റേൺ ലേഡി എന്ന ബോട്ടിക് അതിൻ്റെ സാരഥി മിർസാനാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. വെൽക്കം ടു സഫലമി യാത്ര. മിർസാൻ, വെസ്റ്റേൺ ലേഡി എന്ന് പറയുന്ന സ്ഥാപനം കൊച്ചി നഗരത്തിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ വളരെ മോഡേൺ ഐറ്റംസ് ആണ് ഇവിടെ കാണാൻ പറ്റിയത്. അല്ലേ? തീർച്ചയായിട്ടും. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങി? നമ്മളിപ്പോൾ 5 years ആയി. മിർസാൻ ഈ പിന്നെ ഫാഷൻ രംഗത്തേക്ക് കടന്നു വന്നിട്ട് 5 years ആയിട്ടുള്ളൂ, അതോ അതിൽ കൂടുതലായോ? ആദ്യം ഫാഷനോട് കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ലേഡീസിന്റെ ഒരുപാട് വെറൈറ്റീസും ഇതൊക്കെ കാണുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടിട്ട് അങ്ങനെയാണ് ഫാഷൻ നമ്മൾ തിരഞ്ഞെടുത്തത്. മിർസാൻ ഒരു പ്രവാസിയായിരുന്നു, ഗൾഫിലായിരുന്നു. അതെ അതെ. ഗൾഫിൽ സെയിം ഫീൽഡിൽ തന്നെ ആയിരുന്നു. കോസ്മെറ്റിക്സിന്റെ ഐറ്റംസും ഈ ഫീൽഡല്ല, കുറച്ചും കൂടി ലേഡീസിന്റെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയായിരുന്നു അത്. എത്ര വർഷം ഉണ്ടായിരുന്നു ഗൾഫിൽ? അവിടെ 6 years ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം ബിസിനസ് തന്നെയായിരുന്നു, ഫാദറിന്റെ ഒപ്പം തന്നെ ഒക്കെ ആയിരുന്നു. ഓക്കെ. പിന്നെ നാട്ടിൽ സെറ്റിൽ ആവാൻ തീരുമാനിച്ചു? നാട്ടിൽ സെറ്റിൽ ആവാൻ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ പിന്നെ ഫാഷനോട് താല്പര്യമുള്ളത് കൊണ്ടിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് തിരഞ്ഞെടുത്തതും പിന്നെ അതിൽ ശരി ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്. അതൊരു ഫ്യൂച്ചർ അതാണെന്ന് തോന്നിയായിരുന്നു. കൂടുതലും ഇപ്പോൾ ഞാൻ തുടങ്ങിയ ടൈമിൽ കൂടുതലും ഗേൾസ് ടീനേജേഴ്സൊക്കെ ചുരിദാർ നോർമൽ ടോപ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നേരെ മറിച്ച് 5 years വരുമ്പോൾ 90% ഇപ്പോൾ കോളേജ് ക്യാമ്പസിലൊക്കെ ചെന്ന് നോക്കിയാൽ ഫുള്ള് വെസ്റ്റേൺ ഐറ്റംസും ആയി. പിന്നെ അതാണ് ഇനി ഫ്യൂച്ചർ. ഇനിയും ഒന്നും കൂടി ശരിക്കും എക്സ്പ്ലോർ ചെയ്യും. ഈ കൊച്ചിയും എല്ലാം കേരളം മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യുമെന്ന് ഇനിയും പ്രതീക്ഷയുണ്ട്. ശരിക്കും അത് ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് വെസ്റ്റേണിൽ. എല്ലാം ലേഡീസ് വെയർ തന്നെയാണ്? ലേഡീസ് വെയർ ആണ്. പിന്നെ നമ്മൾ കിഡ്സും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കാറ്റഗറിയിൽ. വെസ്റ്റേൺ ലേഡി അന്ന് ആ പേര് ചൂസ് ചെയ്യാൻ എങ്ങനെ ഉണ്ടായിട്ടാണ്? അത് ആ ടൈമിൽ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റേണും അതൊരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെസ്റ്റേൺ ഡ്രസ് ആണെന്നുള്ള ഒരു ആളുകൾക്ക് ആ ക്യാപ്ഷനിൽ തന്നെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇൻവോൾവഡ് ആയിരിക്കണം. അതെ. എങ്ങനെയാണ് മിർസാന് നമ്മുടെ പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റ് ചെയ്യുന്നതാണോ അതോ മൗത്ത് പബ്ലിസിറ്റി, അതായത് ഏറ്റവും നല്ല സാധനം ചെറിയ വിലക്ക് കൊടുക്കുന്നുണ്ട്, ഒരാളിൽ നിന്ന് മറ്റൊരാൾ അറിഞ്ഞിട്ട് അങ്ങനെയാണ് കസ്റ്റമർ എത്തുന്നുള്ളത്? നമുക്ക് കൂടുതലും എല്ലാ ടൈപ്പ് പബ്ലിസിറ്റി നമുക്ക് യൂസ്ഫുൾ ആവാറുണ്ട്. കൂടുതലും സോഷ്യൽ മീഡിയ, അത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് 4 lakh എബവ് ഇതായിട്ടുണ്ട്, ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ നമ്മൾ പലപ്പോഴും വ്ളോഗ് ചെയ്യാറുണ്ട്. പുതിയ സ്റ്റോക്കൊക്കെ വരുമ്പോൾ ആദ്യം അങ്ങനെ വ്ളോഗ് ചെയ്തിട്ട് തന്നെയാണ് കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മൾ അറിഞ്ഞത് യൂട്യൂബിൽ. ഓക്കെ. അങ്ങനെ നമ്മൾ ചെറിയ ഒരു പള്ളുവട്ടിൽ ഒരു 200 square feet ഷോപ്പൊക്കെ ആയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ 2000 square feet ഷോപ്പിലോട്ടൊക്കെ എത്തിപ്പെട്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ നിന്ന് വ്ളോഗൊക്കെ ചെയ്തിരുന്നപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്ന് നമ്മൾ കളക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാറുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പിന്നെ അതിനുശേഷം ഒരുപാട് സെലിബ്രിറ്റീസും ചില ടൈമിൽ ഇങ്ങനെ വരാറുണ്ട്. എന്നിട്ട് അവർ പർച്ചേസ് ചെയ്ത് അവരുടെ ഷോ ആങ്കറും അങ്ങനെ കാര്യങ്ങളൊക്കെ അവരും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ സെലിബ്രിറ്റീസ് ഒക്കെ നമ്മൾ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് തേടി വരാം. മിർസാന്റെ ബ്രദർ കൂടെ ഉണ്ട്. എന്റെ ഒപ്പം കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്താണ് ബ്രദറിന്റെ പേര്? മിബിനാസും പിന്നെ ഒരു ബ്രദറും ഉണ്ട്, അയ്യൂബ് ഖാൻ. അവനും ഉണ്ട്. അവൻ കിഡ്സിൽ മെയിനായിട്ട് നോക്കുന്നത്. എന്നാലും ഈ ഷോപ്പിലും വന്ന് ഹാൻഡിലൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും. മിർസാന്റെ വൈഫ് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? നല്ല സപ്പോർട്ടാണ് പുള്ളിക്കാരത്തി. വൈഫാണെങ്കിലും ശരി ഉമ്മച്ചാണെങ്കിലും ശരി നല്ല സപ്പോർട്ട്. രണ്ടുപേരും പക്കാ സപ്പോർട്ടാണ്. അല്ല, അതായത് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ ടെൻഷൻ ഉണ്ടാവും. ഈ ടെൻഷനിലുള്ള സമയത്ത് അവരുടെ ടെൻഷനൊന്നും നമുക്ക് തരാതെ അവർ മാനേജ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോകും. ഓക്കെ. അത് സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെ ഇമോഷണലായാലും എങ്ങനെയായാലും നല്ല സപ്പോർട്ടാണ്. പക്ഷെ ഇതുവരെയായിട്ട് നമുക്ക് അങ്ങനെ ഡൗൺ വന്നിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പം ഇല്ലാത്ത തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. ഓക്കെ. തീർച്ചയായിട്ടും ഇനി നമ്മൾ ഗ്രോ ചെയ്യുന്ന പ്രതീക്ഷ. എന്താണ് വൈഫിന്റെ പേര്? സെൽവ. മക്കള്?
രണ്ടുപേരുണ്ട്. ഓക്കെ, ഒരാളുടെ പേര് അമീൻ, രണ്ടാമത്തെ ആളുടെ മെഹസ. പിന്നെ ഉമ്മയുടെ പേര് സുനിത. കൊച്ചിയിൽ നൈറ്റ് ലൈഫ് ശരിക്കും ഇവിടുത്തെ ടീനേജ് എക്സ്പ്ലോർ ചെയ്യണത് കൊണ്ട് നമുക്ക് 12 മണി വരെ, രാത്രി 12 മണി വരെ അതെ തുറക്കുന്നുണ്ട്. ഇപ്പം മിർസാന് ഒരു യങ് ആണ്, എനർജറ്റിക് ആണ്, സ്മാർട്ട് ആണ്. ഇപ്പം ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലത്തെ ഒരു യങ് ആൾക്കാരുണ്ടല്ലോ, അവര് പലപ്പോഴും മടിച്ചു നിൽക്കുന്നുണ്ട് പേടിച്ചിട്ട്. അവരോട് മിർസാൻ എന്താണ് പറയാനുള്ളത്? ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ആവേശത്തിൽ ചെയ്യരുതെന്നുള്ളൂ. എന്ന് വെച്ചാൽ ആവേശത്തിൽ ചെയ്താൽ അത് ഫുൾ എൻഡ് വരെയും ഉണ്ടാവണം എന്നാണ്. നമുക്ക് എപ്പോഴും ബിസിനസ്സിൽ വരുമ്പോൾ അടുത്തത് എന്താണ് എപ്പോഴും ചിന്തിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിരുന്നാൽ ശരിക്കും ഈ ഫീൽഡിലെ എല്ലാ ബിസിനസ്സിലും പിടിച്ചെടുക്കാൻ പറ്റും. ഒരു 5 ഇയേഴ്സിൻ്റെ അപ്പുറം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ആവും, അതൊക്കെ ചെയ്ത് ചിന്തിച്ചാൽ നമുക്ക് ഈ ബിസിനസ്സിൽ നല്ല സ്റ്റഡി ചെയ്തിട്ട് വേണം. അതെ, സ്റ്റഡി ചെയ്തിട്ട് ശരിക്കും ഫീൽഡിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് വേണം ആ ബിസിനസ്സിലോട്ട് ഇറങ്ങിയാൽ സക്സസ് ആവും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതെ, ഹാർഡ് വർക്കും ഉള്ളൊരു ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പം മിർസാന് തുടങ്ങിയ സമയത്ത് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഈ നമ്മുടെ COVID-19 ഒക്കെ വന്നു. അതെ അതെ, ഫസ്റ്റ് നമ്മൾ കോൺവെന്റ് ജംഗ്ഷനിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ആ ടൈമിലായിരുന്നു. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ഇത്രയും ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയി വന്നത്. കോവിഡിന് ശേഷമാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തത്. കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത്. അതെ, അത് ഒരു വലിയൊരു പഠിച്ചവന്റെ പലരും ആ സമയത്ത് പൂട്ടിപ്പോയിട്ടുള്ള. അതെ, ആ ടൈമിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയായിരുന്നു. അതെ, ആ ടൈമിൽ പിടിച്ചു നിന്ന് പിന്നെ എന്താണ് അതിനുശേഷം ആ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായില്ല, ഒരു നോർമലായിട്ട് പോയി. അതിനുശേഷമാണ് ശരിക്കും എക്സ്പാൻഡ് ചെയ്ത് വന്നത്. അതെ, പിന്നെ അപ്പം അതായത് പിന്നെ നമ്മള് മിർസാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യാം, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അത് തന്നെയാണോ മിർസാനും പിന്നെ ഇംപ്ലിമെന്റ് ചെയ്ത? അതെ, ശരിക്കും ഒരു ഇതിൽ പഠിച്ച് നല്ലോണം സ്റ്റഡി നടത്തിയതിന് ശേഷം നമ്മൾ ആ ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അല്ലേ? തീർച്ചയായിട്ടും. അപ്പം പിന്നെ ഇത്രയും തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിലും നമ്മുടെ ദർശന ടിവിക്കും നമ്മുടെ സഫലമീ യാത്ര എന്ന പ്രോഗ്രാമിനും സമയം വളരെയധികം നന്ദി. താങ്ക് യു മിർസാൻ. താങ്ക് യു ബ്രോ.